ഹായ് ഹലോ നമസ്കാരം. വില്ലേജോൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ടൗണിലേക്കുള്ളൊരു യാത്രയാണ്. ഇന്ന് കിട്ടിയേക്കുന്നത് നമുക്ക് ഒരു തക്കിട് വണ്ടിയാണ്. നമ്മുടെ ഇവിടുത്തെ ഇ റിക്ഷ എന്ന് പറയും. അത് കയറിയുള്ളൊരു ടൗൺ നമ്മുടെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചുള്ളൊരു യാത്രയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്ക് ടൗണിലേക്ക് പോകാം. लगा के लिया है, कमा रहे हैं, खा रहे हैं, खर्चा चल रहा है, सब कुछ हो रहा है, बस नहीं गाड़ी का प्राइस कितना है? गाड़ी उस समय थी 1,35,000 वो 1 लाख है। 1,35,000 और लक्ष्य तो पता ही इस है। समय आ रही है 60, 65, 80 कई प्रकार के आते अभी कितना होता है इसका? 40-45 की आती है। अभी कितना में मिलते हैं? 120 है, जो भी हो, 1,20,000 है। जो भी हो, इस समय मतलब अपने लोन पे लिया था ना? हम लोग नहीं, रेडी कैश। हम लोग हाँ। हम जब लिए थे तब कैश लिए थे, पापा लिए थे, हम लिए। Sound the alarm. I'm coming up. We'll have a ball. എന്തായാലും ടൗണിൽ എത്തിയ പാടെ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തേക്കുന്ന ലസ്സിയാണ്. ചെറിയ കപ്പിനകത്ത് നമുക്ക് ലസ്സി കിട്ടിയിരിക്കുന്ന അടിപൊളി സാധനമാണ്. സൂപ്പറാണിത്. ഈ വരുന്ന ഇലക്ട്രിക് റിക്ഷയാണ് നമ്മളിപ്പം വിളിച്ചുകൊണ്ട് പോന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പുതിയ വണ്ടി. അടുത്ത കാഴ്ച നമ്മുടെ കണ്ണിൽപ്പെട്ടത് സൈഡിൽ നിൽക്കുന്ന 2-3 കുതിരക്കുട്ടന്മാരാണ്. ഇതെന്തിനാണെന്ന് ചിന്തിച്ച് തീരുന്നതിനപ്പോൾ തന്നെ കുതിരവണ്ടി വന്നു. ഇതൊക്കെ പണ്ടത്തെ ഒരു കാഴ്ചകൾ മാത്രമായിരുന്നു നമുക്ക്. ഇപ്പോൾ കേട്ടോ, ഇവിടെ അത്യാവശ്യം നമ്മുടെ ഇവിടെയൊക്കെ പിക്കപ്പ് കയറ്റുന്നതൊക്കെ കഴിഞ്ഞ് ലോഡാണ് ഒരു കുതിരവണ്ടിയിൽ കയറ്റുന്നത്. ഇപ്പോൾ എത്ര വണ്ടി വരുന്നതെന്ന് നോക്കൂ. ഇങ്ങനെയൊരു കാഴ്ച നമ്മുടെ നാട്ടിലൊന്നും കാണാനേ ഇല്ല. ഇത് കുതിരവണ്ടികൾ തീരുന്നില്ല. ഇത് കൂടാതെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ, അതിൽ നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഓട്ടോറിക്ഷ പോലെ തന്നെ ഉള്ള റിക്ഷയാണ് ഈ പോകുന്നത്. അതുകൂടാതെ ഈ കാണുന്നത് കണ്ടോ, ഇത് ശ്രദ്ധിച്ചോ. ഇത് സാധാരണ നമ്മുടെ അവിടെ ബസ്സൊക്കെ പോകുന്ന പോലെ തന്നെ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് പോകും. 10 രൂപ 20 രൂപ എന്നുള്ള രീതിക്ക് നമ്മൾ കയറുന്നോളം തൊട്ടുള്ള ക്യാഷ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇത് സാധാരണ ഓട്ടോറിക്ഷ ഓടുന്ന പോലെ ഓട്ടം പോവില്ല. ഇതിങ്ങനെ ഒരു ടൗണിൽ നിന്ന് അടുത്ത ടൗണിലേക്ക് പോകുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ നിറയെ ആളുണ്ടാവും എപ്പോഴും. വലിയൊരു ക്യാബിൻ തന്നെ നിർബന്ധിച്ചേക്കുക. നല്ല രസമുണ്ട് കാണാനും, പിന്നെ യാത്ര എളുപ്പമാകാം. നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്ന് യാത്ര തിരിച്ച് നമ്മൾ പിന്നെ എടുത്തിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന ഏരിയയിലാണ്. നല്ല അടിപൊളി മാമ്പഴമാണ് ഇരിക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കി, പൊളിയാണ്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വീട്ടിൽ പോയി കഴിക്കാനായിട്ട് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഇതിനിവിടെ എവിടെയോ ഇതിൻ്റെ മാമ്പഴം വെച്ചിട്ടുള്ള ജ്യൂസ് ലഭിക്കുമെന്ന് പറഞ്ഞേ, അടിപൊളി ജ്യൂസ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് തപ്പി ഇവിടുന്ന് അങ്ങോട്ട് പോകും ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക്. പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനുണ്ട്. കുറച്ചൊക്കെ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് അങ്ങോട്ട്. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല ഫ്രഷ് മാമ്പഴം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട്, ഫ്രൂട്ട്സ് അല്ല, ഇവിടുത്തെ സ്ട്രീറ്റിൽ മറ്റൊരു ഫുഡാണ് അത്. ഈ കിഴങ്ങും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ കൂട്ടിയിട്ട് പിന്നെ നല്ല മധുരമുള്ളൊരു ഐറ്റംസൊക്കെ. ഇതിന് പറയുന്ന പേര് റഗടപ്പൂരി എന്നാണ് ശ്രീജിത്ത് പറഞ്ഞത്. അവന് ഏകദേശം കാര്യങ്ങളെക്കുറിച്ച് അറിയാം. അപ്പോൾ അത് ഞങ്ങൾ കഴിച്ചു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് സവോളയൊക്കെ അരിഞ്ഞിട്ട് പിന്നെ കുറേ ഐറ്റംസ് അത് ചേർക്കുന്നുണ്ട്, കുറച്ച് മസാലകളൊക്കെ ചേർത്ത് നല്ല രസമുണ്ട് കഴിക്കാൻ. ഞങ്ങളും കഴിച്ചു. അതിനുശേഷം അവിടെ നിന്ന് മുന്നോട്ട് നമ്മുടെ ലക്ഷ്യം പഴമൊക്കെ ഇരിക്കുന്നുണ്ടോ, സൂപ്പറല്ലേ കാണാനും ഭംഗി. അതുപോലെ തന്നെ സാധനങ്ങളും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുഡ് ഐറ്റംസാണ്. ഇനി അടുത്ത ലക്ഷ്യം നമ്മുടെ മാമ്പഴത്തിൻ്റെ ജ്യൂസാണ്. അത് ഞങ്ങളിങ്ങനെ തിരഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു കട കിട്ടി. അത്യാവശ്യം തെറ്റില്ലാത്ത. ഇപ്പം മഴ ഇവിടെ പെയ്തു, അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ മഴ പെയ്യുന്നില്ല, ഇവിടെ മഴ പെയ്താൽ ഭയങ്കര വൃത്തികേടാണ്. അപ്പോൾ ആ ജ്യൂസ് കട നല്ല അത്യാവശ്യം നമുക്ക് കണ്ട ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു ജ്യൂസ് കട ഞങ്ങൾ നോക്കി
പോയി എന്തായാലും ആ പുള്ളി ലൈവായിട്ട് അടിച്ചു തരുവാണ്. അതിനുള്ള പദ്ധതികളാണ്. എൻ്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല ഫ്ലേവറും ഈ മാമ്പഴത്തിനകത്ത് നമ്മൾ ചേർക്കും. അതിനുള്ള ഫ്ലേവറുകളാണ് ഇരിക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു മാമ്പഴ പീസ് ഹരിശങ്കർ മേടിച്ച് കഴിച്ചു നോക്കുക. അടിപൊളി, താഴ്ത്തി. എന്തായാലും അടുത്ത പീസ് എടുത്തു. എങ്ങനെയുണ്ടെന്ന് നോക്കാനുള്ള പദ്ധതിയാണ്. മാമ്പഴം അടിപൊളി മാമ്പഴമെന്നാണ് പറഞ്ഞത്. നല്ല രുചിയുണ്ട്, കുഴപ്പമൊന്നുമില്ല രീതിക്കാണ് അവരുടെ അഭിപ്രായം. കുറച്ച് ഐറ്റംസ് കടയിൽ ഓർഡർ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സമയമുണ്ട്. എന്തായാലും രഞ്ജുവും അതുപോലെ ശ്രീജിത്തും ഒക്കെ നല്ല ഹാപ്പിയാണ്. ഇന്ന് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് കഴിക്കണം, മറ്റ് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ നടത്താനായിട്ട് ഇടയ്ക്ക് നമ്മൾ വിശ്രമ സമയത്ത് ഇറങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് കാണുന്നത് കൊതുകിനെ ഈച്ചേനെയൊക്കെ ഓടിക്കാനായിട്ടൊരു എന്തോ നാടൻ പ്രയോഗമാണ്. എന്തോ ചെറുതായിട്ട് പോയിച്ചുകൊണ്ടിരിക്കുക. അടിപൊളി ഫ്രൂട്ട്സൊക്കെ കേട്ടോ, ഐറ്റംസ് എല്ലാം ഉണ്ട്. പുള്ളി വളരെ ഐസൊക്കെ ആയിട്ട് നല്ല കിടുവായിട്ട് സാധനം ഉണ്ടാക്കി തരുന്നത്. എന്തായാലും എല്ലാവരും നോക്കി നിൽക്കുന്നത് ആസ്വദിച്ച് കുടിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു ആസ്വാദനമാണ് ഉണ്ടാക്കുന്നത്. ആ ഗ്യാപ്പിൽ ഞാൻ വീഡിയോ എടുക്കാൻ പോയി. അവരെല്ലാം നോക്കി നിൽക്കുക. പക്ഷെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇപ്പോൾ ഈ സ്ട്രീറ്റിലാണെങ്കിൽ ആൾ ചെയ്യുന്നു. എന്തൊക്കെയോ സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. അതെല്ലാം അവർ ഇത് കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവർ പറഞ്ഞ് നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. മാമ്പഴത്തിൻ്റെ ഈ ജ്യൂസ് അത് അടിപൊളിയായിട്ടൊരു മാമ്പഴത്തിൻ്റെയൊക്കെ നമ്മുടെ എന്താ പറയുക, അതായത് നമ്മുടെ മാംഗോ ഷേക്കാണ്. പക്ഷേ ഇച്ചിരി കൂടെ ലൈവാണ്, അതുപോലെ ഇച്ചിരി കൂടെ ഫ്രഷാണ് മാമ്പഴമൊക്കെ. അതാണ്. പിന്നെ കുറേ ഫ്ലേവറുകൾ കൂടുതൽ ചേർക്കുന്നുണ്ട്. അതെല്ലാം നാച്ചുറലായിട്ടുള്ള രീതിക്കാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. എന്തായാലും അടിപൊളിയാണ്. ഇപ്പം മഴ പെയ്ത് തീർന്നതിൻ്റെ ഇവിടെ ഈ ചെളിയെല്ലാം സംഭവിച്ചേക്കുന്നത്. എന്തായാലും നമ്മുടെ മാംഗോ എന്താ പറയുക ഷേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിക്കാനുള്ള ഒരു സെറ്റിലാണ് എല്ലാവരും നിൽക്കുന്നത്. അതിൻ്റെ ഒരു രുചി എന്താണെന്ന് നമുക്ക് നോക്കാം. മാമ്പഴ ഷേക്കിന് വേണ്ടി കാത്തിരിക്കുന്ന രഞ്ജിത്ത്. എന്തായാലും നമ്മൾ മാമ്പഴ ജ്യൂസ് അവിടെ നിന്ന് പൊളിയായിട്ട് മിക്സിയിൽ റെഡിയാവുന്നു. ഫസ്റ്റ് റെഡിയായി. പുള്ളി അതിലേക്ക് നമ്മുടെ കപ്പിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വരവ് കണ്ടപ്പോൾ തന്നെ നല്ല സെറ്റാണ്. അതിൻ്റെ രുചി എന്താണെന്നുള്ളത് ഇപ്പം തന്നെ അറിയാം. മാമ്പഴ ഷേക്കിന് വേണ്ടി കാത്തിരിക്കുന്ന രഞ്ജിത്ത്. നമ്മുടെ മാംഗോ ജ്യൂസ് റെഡി. ആവോ ഭയ്യ. കിടു സെറ്റാണോ? ഓ അപ്പോൾ ഒന്നും പറയാനില്ല. ഇത് തോർത്താണ്. എങ്ങനെയുണ്ട്? കളറൊക്കെ ഉണ്ട്. രതീഷേ എങ്ങനെയുണ്ട്? കൊള്ളാം. ഫിറോസിക്കിന് ഓർമ്മ വരുന്നു ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും ഒരു മൂളിച്ച് പൊളിയല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഞാനിനി പൊളിയാണെന്ന് നോക്കണം. ഞാൻ കഴിച്ചിട്ട് എനിക്കുള്ളത് എൻ്റെ കയ്യിലിരിക്കുന്നു. അല്ലെങ്കിൽ ഇവർ കഴിച്ച് ചേർത്തിട്ട് ഓട്ടോ വിളിച്ച് പോകും. പിന്നെ ഞാൻ ബബ്ബ വെക്കേണ്ടി വരും. അങ്ങനെ മാംഗോ ജ്യൂസൊക്കെ കഴിച്ചതിന് ശേഷം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ മറ്റൊരു രസം. നമ്മുടെ ഇവിടത്തേക്ക് പോലെ തന്നെ അവിടെ ഉണ്ടൊരു പ്രശ്നം റോഡിൽ. ഇപ്പോൾ ഇതിലേതോ ഒരു VIP വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുന്നോടിയായിട്ട് ഈ റോഡ് മുഴുവൻ ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കുറേ അരമണിക്കൂറത്തേക്കും ഈ റോഡ് വഴി ഒരു സാധനവും നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല റോഡ് സൈഡിൽ കൂടെ. അല്ലാണ്ട് വണ്ടിയെല്ലാം ഇപ്പോൾ തന്നെ ഒഴിവാകും. ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നത് ഞാൻ കേട്ടോ. അതിനൊരു മൈക്കൊക്കെ വെച്ച് കയറ്റി പോലീസിൻ്റെ ഒരു വണ്ടി. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഒരു ഒന്നാമത് മൊത്തം ഡേഞ്ചർ ഏരിയ കുറേ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഒരു പോലീസ് വണ്ടി വരുന്നുണ്ട്. വിളിച്ച് പറഞ്ഞുകൊണ്ട് പോകും. അതിൻ്റെ അത് മുകളിൽ മൈക്കായിരിക്കുന്നത്. അപ്പോൾ അത്തന്നെ ആൾക്കാരെല്ലാം സൈഡിലേക്ക് വണ്ടി ഒതുക്കി മാറി നിൽക്കുന്നു. ഇനി ആ VIP ഇതിലേക്ക് കടന്നു പോയതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് ഇതിലെ വണ്ടി കടത്തി വിടുള്ളൂ. അണ്ണന്മാർ പോയതിനു ശേഷം വന്നു. അങ്ങനെ കുറേ നേരത്തെ നോക്കിയതിപ്പിന് ശേഷം ആ VIP MLA മറ്റോ ആവാം, ഏതെങ്കിലും മന്ത്രി MLA അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു. അതിനുശേഷം അതൊരു അരമണിക്കൂറിലെ ഞങ്ങളുടെ നിപ്പിന് ശേഷം അത് അവരങ്ങ് പാഞ്ഞു പോയി. ഇനി ഇവർ പോയതിന് ശേഷം നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിതെല്ലാം കണ്ട് ആസ്വദിച്ച് വീഡിയോ ഒക്കെ എടുത്ത് നീക്കിയത്. അപ്പോൾ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അത് കടന്നുപോയി. ഞങ്ങൾ അവിടുന്ന് ഒരു യൂബർ വിളിച്ചു. പിന്നെ ഓട്ടോ പറഞ്ഞു വിട്ടു. ഇപ്പോൾ അടുത്ത യൂബർ വിളിച്ചിട്ട് ഞങ്ങളടുത്ത ഇവിടുന്ന് ഞങ്ങൾക്ക് അടുത്ത ഒരു സ്ട്രീറ്റിലേക്ക് പോകാനുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ പോകുന്ന വഴികളിൽ പല പല കാഴ്ചകളുണ്ട്. അതുപോലെ പലതര കെട്ടിടങ്ങളുണ്ട്. മ്യൂസിയം മറ്റോ അങ്ങനെയുള്ള എന്തോ കുറച്ച് സ്ഥാപനങ്ങളും ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. അതിൽ പകുതി എനിക്കറിയില്ല.
ഈ കാണുന്നത് VSPയുടെ എന്തോ ഒരു കെട്ടിട സമുച്ചയമാണ്. അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എങ്കിലും I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. Sometimes I feel like all is lost, but I know it's not true. I wanna put up all my walls cause I'm not in the mood. But then I cut myself off from the rest of the room. I know that time can heal it all if you're patient and soon. It can all be worth it, all the searching. Pain is never really permanent, but damn it hurts, man. I could feel all of the turbulence and it's concerning. I've been searching for a purpose, I hope it's worth it. This society is really trying me. Ain't no hide and seek, I hide to be far from anxiety. I need my space, I need my privacy. I need some silence, please, you're all too loud. You don't speak quietly, opinions violently thrown across every surface. It makes me nervous. Is the world honestly burning? That's all I'm learning. Hope that we can make a turn and start reversing all our minds and put the work in. We got some work, man. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through. Gotta get through this, life is a nuisance, tie up some loose ends. I try to be human, find a solution, my evolution. A place like this, it didn't exist, we made it like this. So you can go pick the bad or the good, got a glass halfway. I know, it's easier to hide than just to lay low. Not everyone in life has got a halo. I'm standing in the red inside a payphone. Just wanna break, no, I'm not gonna give in. Take a last shot, Michael J. Win. No, I'm not a robot, I'm in my own skin. Never get lost when thoughts pull you in. I miss the old you, we died with a purpose. All the energy around me felt nervous. Scared I would pop off fast to the surface. Had to cut it off before you made me worthless. Torn apart, I've been torn and scarred. I had a given art, but now I'm thinking smart. I'm keeping up my guard, I'm hiding every card. A royal flush of love, you never know what's hard. With a back to the mat, gonna see where I'm at. I'ma fight like I'm mad, I'ma be something that they can never be me. Nice try, but they'll see I achieve everything while they stay salty. I can hear the demons call when they do what they do. And now I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through, I just gotta get through. Cause I feel like taking off, find a place with a view. The pain is never gonna stop if it's controlling you. I know that time can heal it all, I just gotta get through. I just gotta get through. ആലമ്പാറയിലെത്തി. അങ്ങനെ ആദ്യം തന്നെ എടുത്ത കാഴ്ച ഇതാണ്, നമ്മുടെ ഞാവൽപ്പഴം. ഇതാണ് നമ്മുടെ അവിടുത്തെ ഞാവൽപ്പഴം. കുറച്ച് നേരം നോക്കിയപ്പോൾ എനിക്കത് മനസ്സിലായത്. ഇതാണ് ആലമ്പാറ് മെട്രോ സ്റ്റേഷൻ. ഇവിടെ വരെ വരുമ്പോഴത്തേനും മഴയായിരിക്കും. മഴ ശക്തി കൂടിയതുകൊണ്ട് ഞങ്ങളിവിടെ കയറി നിൽക്കുകയാണ്. അതുപോലെ നല്ല കട്ടി മഴ പെയ്യാൻ തുടങ്ങി. തൊട്ട് താഴെ ഇവിടെ തന്നെ ഒരു ശിവക്ഷേത്രം, ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതീതിയിലാണ് കാണുന്നത്.
ഇതാണ് ഒരു മരത്തിന് ചുവട്ടിൽ തന്നെ ഒരു പ്രതിഷ്ഠ. ഇതാണ് ഇവിടുത്തെ ആ ഒരു ശൈലി. ഇതാണ് ആലംബാഗ് മെട്രോ സ്റ്റേഷൻ. മഴയുടെ ശക്തി കൂടി വരുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏകദേശം ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.